ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താണ്, ഒരു 6 മാസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞങ്ങൾ മദ്മാഷ് കമ്പനി എന്നാണ് കേട്ടോ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ ആ ഒരു കമ്പനി വീണ്ടും ഗെറ്റ് ടുഗദറിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടേക്കാണ്. ഇന്നിപ്പോൾ സെലക്സ് മാളാണ് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം മഴയായി കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തിറങ്ങി നടക്കലൊക്കെ പ്രശ്നമായിരിക്കും. കാരണം പിള്ളേരൊക്കെ കൊണ്ടുവരുന്ന കാരണം കൊണ്ട് തന്നെ. പിന്നെ ശരണ്യ എപ്പോഴും ഗൾഫിലായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് അവളങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അവളെ കിട്ടിയ ദിവസം തന്നെ ഞങ്ങൾ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തു. പക്ഷേ 2-3 ആൾക്കാരൊക്കെ മിസ്സിങ് ആണ്, ശരിയാണ്. എന്നിരുന്നാലും നമുക്ക് കിട്ടാവുന്ന സന്ദർഭങ്ങൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമല്ലോ. സോ we have gathered in Select Mall with lot of enjoyment and a lot of excitement. ശരണ്യയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുന്ന സമയത്ത് അയ്യോ ഏഞ്ചൽ വരുന്നു എന്നൊക്കെയായിരുന്നു. പിന്നെ കിട്ടുന്ന ചാൻസ് മൊത്തം ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇരുന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ ഞങ്ങൾ പണ്ട് ജൂബിലിയിൽ പഠിക്കുന്ന സമയത്ത് സെലക്സ് മാളായിരുന്നു ഞങ്ങളുടെ. സെലക്സ് മാൾ, റിലയൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ A to Z ഞങ്ങൾക്ക് തൃശ്ശൂർ റൗണ്ടിനെ കുറിച്ച് ചോദിച്ചാൽ അറിയാം. പക്ഷേ ഇപ്പോൾ പോയിട്ടോ കുറേ ഷോപ്സൊക്കെ വന്നു, അതൊന്നും നമുക്കറിയുന്നില്ല. പക്ഷേ ഇവിടെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ മേലേക്ക് നോക്കിയപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്നിട്ട് ഇവിടെ ഇരിക്കാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം നൈസായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ഒന്ന് കേക്ക് മുറിച്ചാലോ എന്നങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ വേണം എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞങ്ങൾ കേക്ക് പുറത്തുനിന്ന് പോയി മേടിച്ച് അങ്ങനെ ഞങ്ങൾ ബാച്ച് മേറ്റ്സിൻ്റെ ഒരു സെലിബ്രേഷനും അതുപോലെ തന്നെ എൻ്റെയും ജെൻഫിയുടെയും ബർത്ത്ഡേ ഈ ഒരു മന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു കേക്കും കൂടി കട്ട് ചെയ്തു. കേക്ക് ഞങ്ങൾ മുറിച്ചു കേട്ടോ. കേക്ക് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായൊന്നുമില്ല, പക്ഷേ റോഷനെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കേക്ക് എല്ലാവർക്കും കൊടുത്തു. പിന്നെ അവിടെയുള്ള ഹോട്ടലിലുള്ള അവിടെ ഉള്ളവർക്കും കൊടുത്തു കേട്ടോ, നമ്മുടെ ഒരു ഷെയർ. കാരണം മൊത്തം നമുക്ക് കഴിച്ച് തീർക്കാനും പറ്റില്ല. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് മെനു നോക്കിയപ്പോൾ ഭയങ്കര ചൈനീസൊക്കെ ഐറ്റം. എന്തായാലും ഞങ്ങളതൊക്കെ കഴിച്ചുണ്ടാക്കുമോ ഇഷ്ടപ്പെടുമോ ഒന്നും അറിയാത്ത കാരണം ഞങ്ങൾ അവസാനം ബിരിയാണിയും എന്നെ നിർത്തി. അങ്ങനെ ബിരിയാണി കഴിച്ച് നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ച ശേഷം പുറത്ത് ഇരുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഈ കേക്ക് മുറിക്കാനായിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് അവരോട് അനുവാദമൊക്കെ ചോദിച്ച് അവരൊരു വെയിറ്റിംഗ് ഏരിയയിലാണ് ഞങ്ങൾ പോയിട്ട് അവിടെ കേക്ക് മുറിച്ച്. കാരണം അവരുടെ ആംബിയൻസ് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ കേക്ക് മുറിക്കുന്ന സമയത്ത് എനിക്ക് വലിയ ഇമോഷൻസ് ഒന്നും തോന്നിയിരുന്നില്ല. പക്ഷേ വീട്ടിലെത്തിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പണ്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എൻ്റെയും ജെൻഫിയുടെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാനിതിൽ പിൻ ചെയ്യാം കേട്ടോ. ആ ഒരു മൊമെൻറ്റൊക്കെ എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് ഭയങ്കര ഇമോഷണലി എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചു ആ സമയത്ത്. പിന്നെ അവിടെ നിന്ന് മുറിക്കലായി, കഴിക്കലായി, പങ്കുവയ്ക്കലായി. അങ്ങനെ ആ കേക്കിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അങ്ങനെ ഓർഡർ ചെയ്ത ബിരിയാണി എത്തി കേട്ടോ. ബിരിയാണി കഴിച്ചു. പിന്നെ വയറ് നിറച്ച് സംസാരിച്ചു. എന്നാലും പെട്ടെന്നൊരു കൂടുതലായതുകൊണ്ട് ഒരു കണക്ഷൻ കിട്ടുന്നില്ല. പക്ഷേ ശരണ്യയ്ക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു ഒരു ദിവസം എന്ന് പറയുന്നത്. ഇനി ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ, നെക്സ്റ്റ് ഇയർ. എന്തായാലും വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ്. എല്ലാവരും ഒരുമിച്ച് ഫാമിലി എല്ലാവരുമായിട്ട് ഉണ്ടാവണം എന്നാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ. ഇപ്പോൾ സമയം 4 മണി. ഇപ്പോൾ ഞങ്ങളെല്ലാവരും പാക്കപ്പ് ചെയ്യാണ്. കരഞ്ഞേ നോട്ടെ പോണ സമയത്ത് കുറച്ച് ഇമോഷൻ ആണെങ്കിലും അടുത്ത വർഷം ഇതിന് സൂപ്പർ ആക്കണം എന്നാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ താങ്ക് യു എവരി വൺ ഫോർ മേക്കിംഗ് ദിസ് ഡേ വണ്ടർഫുൾ. താങ്ക് യു, ബൈ.